ഫേസിലെ സൺ ടാനും പിഗ്മെന്റേഷനും പിമ്പിൾസ് വന്ന മാർക്സും എല്ലാം മാറ്റി നിങ്ങളുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കി ഗ്ലോ ആക്കുന്ന ഒരു അടിപൊളി ബ്രൈഡൽ ഫേസ് പാക്ക് ആണ് ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും അടിപൊളി റിസൾട്ട് തന്ന പാക്കാണ് കേട്ടോ ഇത്. നമുക്കിനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനാദ്യം വേണ്ടത് നല്ലോണം പൊടിച്ചെടുത്ത മുത്താറിപ്പൊടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പൊടിക്ക് പകരം മുത്താറിയാണ് ഉള്ളത് വെച്ചാൽ നന്നായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് ഈ ഒരു റെഡിഷ് കളർ ഉണ്ടാവും. എൻ്റെത് ഞാൻ പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് ഈ കളർ. എന്നിട്ട് ആ പൊടി ഒന്ന് കുറുക്കിയെടുക്കുക ഇതുപോലെ. ഈ മുത്താറിപ്പൊടി കുറുക്കിയെടുത്തതിലേക്ക് നമുക്ക് ഇനി ചേർക്കാൻ വേണ്ടത് പച്ചപ്പാലാണ്. നിങ്ങൾ എടുക്കേണ്ട പാലിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന കുറുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾ കൂടുതൽ കുറുക്കെടുക്കുകയാണെങ്കിൽ കുറച്ചധികം പാലെടുക്കേണ്ടി വരും. അത് നിങ്ങൾ നോക്കി ചെയ്യണേ. ഞാനിവിടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പൊടിച്ച പൊടിയാണെങ്കിൽ എന്തായാലും കുറച്ച് വലിയ തരികളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്പീഡിലൊക്കെ ഫേസിലിട്ട് ഒരതാണെങ്കിൽ നിങ്ങളുടെ ഫേസ് ക്രാക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാക്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫേസിലിട്ട് വെച്ച പാക്ക് ഉണ്ടല്ലോ, ആ പാക്കിലേക്ക് കുറച്ചുകൂടെ പച്ചപ്പാൽ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ചെറിയ രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഫേസിനെ ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയും നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഏറി കഴിഞ്ഞാൽ ഒരു 3 or 4 മിനിറ്റ്സ് മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് തുടച്ച് കളയുക അല്ലെങ്കിൽ നല്ലൊരു വെള്ളത്തിൽ കഴുകി കളയുക ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ കഴുകി അവിടെ ഫുള്ള് വെള്ളമായി അലമ്പാവും. അതുകൊണ്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. കഴുകിയാൽ പെട്ടെന്ന് കഴിയും. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഫേസ് പാക്ക് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് നന്നായി ക്ലീൻ ആയിട്ട് ചെറിയ രീതിക്ക് ഒന്ന് ഗ്ലോ ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നും കേട്ടോ. ഇത് ഈ പാക്കിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇതിലേക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡർ, മുത്താറിപ്പൊടി, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറുക്ക്, മൂന്നും പാടി നന്നായിട്ട് മിക്സ് ചെയ്യേ. എന്നിട്ട് നമ്മുടെ ക്ലീൻ ആയി നിൽക്കുന്ന ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും പറയാണ്, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ തരികൾ ഉണ്ടെങ്കിൽ ഫേസിൽ വരകളും ക്രാക്കും ഒക്കെ വീകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ പാക്കല്ല ഏതൊരു പാക്ക് ഇടുകയാണെങ്കിലും നമ്മുടെ ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ചെവിക്കും നെക്കിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്യണേ. നമ്മൾ ഇപ്പോൾ ഇട്ട പാക്ക് ഒന്ന് ഞാൻ ചെറിയ രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ഈ പാക്ക് ഒന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് പാല് കൂട്ടിയിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1 മിനിറ്റ് ഒക്കെ മസാജിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു പാക്ക് ഒരു 5 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞു കേട്ടോ. ഈ പാക്കിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിൽ വന്ന മാറ്റാണ്. നിങ്ങൾ എന്നെ നോക്കി എന്ത് ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ലൈവായിട്ട് കാണല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിനൊന്ന് കാമാക്കാൻ പോവാണ്. ഇപ്പൊ സ്ക്രബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരക്കലും തിരുമലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഡിസ്റ്റർബ്ഡ് ആയി കിടക്കുകയാണല്ലോ. അതിന് നമ്മുടെ പച്ച പാലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഈ സ്റ്റെപ്പൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റ് ആക്കുകയും കൂടുതൽ സോഫ്റ്റ് ആക്കുകയും ഒക്കെ ചെയ്യാണേ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സ്റ്റെപ്പും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതേ. ഓരോ സ്റ്റെപ്സിനും അത്രയും പ്രാധാന്യമുണ്ടേ. ഈ മസാജിങ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഈ പാലൊന്ന് ഫേസിൽ ഡ്രൈ ആവാൻ വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ ലാസ്റ്റത്തെ പാക്ക് ഉണ്ടാക്കാൻ പോവാണേ. അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുറുക്ക് മരത്ത മുത്താറിയിലേക്ക് കടലപ്പൊടിയും കുറച്ച് ക്യാരറ്റ് ജ്യൂസും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുക. പാല് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോകരുത്. കൂടി പോയാൽ പാക്ക് വെള്ളം പോലെ ആയിട്ട് നമ്മുടെ ഫേസിൽ നിൽക്കൂല. ഞാൻ ഉണ്ടാക്കിയ പാക്ക് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ഒരു രീതിക്കാണ് വേണ്ടത്. ഇതിലും കൂടി പോയാൽ നമ്മുടെ ഫേസിൽ നിൽക്കില്ല, ഒലിച്ചിറങ്ങും കേട്ടോ. ഇപ്പം ഞാൻ തുടച്ചെടുത്തോണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ഫേസിൽ ഒരു 5 മിനിറ്റ് പാൽ ഉണങ്ങാൻ വെച്ചില്ലായിരുന്നോ, അതാണ്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു പാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഈ ബ്രൈഡൽ ഫേസ് പാക്കിന്റെ അവസാനത്തെ പാക്ക്, അതാണ്. ഇപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബ്രൈഡൽ ഫേസ് പാക്കിലെ അവസാനത്തെ നല്ല കിടില റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ്. ഇതൊരു 15 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഞാൻ ഈ പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാവുന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ് ഈ പാക്കൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ ഉള്ള എൻ്റെ ഫേസും ഇപ്പം ഉള്ള എൻ്റെ ഫേസും ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കറക്റ്റായിട്ടൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പം നിങ്ങൾ നോക്കി നോക്കൂ, എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ട്, എന്തുപോലെ ഗ്ലോ ചെയ്യണ്. അതാ ഞാൻ പറഞ്ഞത്, ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീണ്ടും ഒരു കിടിലൻ ടിപ്പായിട്ട് വരുന്നതായിരിക്കും. ബൈ.